വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗം നമ്മുടെ PSCയുടെ സിലബസിലുണ്ട് അല്ലെ, LGSന് അല്ലെങ്കിൽ 10th പ്രിലിംസിനുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയുള്ള കേരളത്തിലെ കലാപങ്ങള്, അല്ലെങ്കിൽ കേരളത്തില് നടന്നിട്ടുള്ള സമരങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് അല്ലെ, കേരളത്തിലെ രാഷ്ട്രീയ പരമായിട്ടുള്ളതായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 100-ലധികം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കണേ. അപ്പൊ ഇത് നല്ലൊരു റിവിഷൻ ആയിട്ട് എടുക്കാൻ നിങ്ങളെ ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് ആരാണ്? പയ്യന്നൂരിലെ നാലാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത്, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമി എന്ന നവോത്ഥാന നായകനെ കേരളത്തിലെ വിവേകാനന്ദൻ എന്നാ വിളിക്കണേ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? അവരും ആരെന്നെയാണ്? അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത. അടുത്തത്, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. അപ്പൊ 1909 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് ആരാന്ന് നമ്മൾ മനസ്സിലാക്കി. അയ്യങ്കാളിയാണ്. സംഘടിപ്പിച്ച സ്ഥലം വെങ്ങാനൂരാണ്. നെക്സ്റ്റ് വൺ, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഏത് നവോത്ഥാന നായകനാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് വൈകുണ്ഠസ്വാമി എന്നാണ്. ഇനി അടുത്തത്, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് എന്ന്? 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചു. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കലാപത്തിന് വിളിക്കുന്ന പേര് എന്താണ്? ആ കലാപത്തിന്റെ പേര് അഞ്ചുതെങ്ങ് കലാപം എന്നാണ്. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിനാണ്? പഴശ്ശി വിപ്ലവത്തിന് അല്ലെ. പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചതാണ് പുരളിമല. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG എന്നാണ് അറസ്റ്റ് വരിച്ചത്? AKGയുടെ അറസ്റ്റ് 1930 അഞ്ചിൽ തെങ്ങ് കലാപം എന്നാണ് നടന്നേ? 1697 അഞ്ച് തെങ്ങ് കലാപം നടന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? ഏതായിരുന്നു ഉണ്ടായിരുന്ന പണ്ടകശാല? അഞ്ചുതെങ്ങായിരുന്നു. അടുത്തത്, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടത്തിന്റെ പേര് എന്താണ്? ഏതാണ്? അഞ്ചരക്കണ്ടി എന്നാണ് ആ കറുവാത്തോട്ടത്തിന്റെ പേര്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപന്റെ പേര് കേണൽ ലീഗർ എന്നാണ്. കേണൽ ലീഗർ ആണ്. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമി. കാലടിയിൽ എന്താണ്? രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഇനി അക്കാമ ചെറിയാൻ എവിടെയാണ് ജനിച്ചത്? അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാന്റെ ജനനം. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആഗമാനന്ദൻ ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാടാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ
കർഷക തൊഴിലാളി സമരത്തിന് വേദിയായത് എവിടെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ആരാണ് ലീഡർ? അയ്യങ്കാളി 1909 അല്ലെ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ അഥവാ AKG ആണ്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. ഒരു ചോദ്യം തന്നെ പല രീതിയില് പല തവണ ചോദിക്കുകയാണ് അല്ലെ. അടുത്തത് ദേശസേവികാ സംഘം ആര് സ്ഥാപിച്ചു? ദേശസേവികാ സംഘം. ദേശസേവികാ സംഘം സ്ഥാപിച്ച വ്യക്തി ആരാണ്? അക്കാമ ചെറിയാനാണ്. ഇനി അടുത്തത് തുവയൽ പന്തികൾ. തുവയൽ പന്തികൾ. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ പന്തിയാണ് കേട്ടോ. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ ആരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടേതാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയായിരുന്നു? ആരുണ്ടായിരുന്നു? കുറിച്യറും അതുപോലെ തന്നെ കുറുമ്പർ വിഭാഗത്തിലുള്ളവരുണ്ടായിരുന്നു. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തിന് വിളിക്കുന്ന പേര് എന്താണ്? മലയാളി മെമ്മോറിയൽ എന്നാണ് സംഭവത്തിന്റെ പേര്. അയ്യങ്കാളി എന്നാണ് ജനിച്ചത്? 1863 ഓഗസ്റ്റ് മാസം 28 അയ്യങ്കാളി ജനിച്ചു. സമപന്തി ഭോജനം ആരെ സംഘടിപ്പിച്ചു? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് R പാർവതി ദേവിയാണ്. R പാർവതി ദേവിയുടെ പുസ്തകത്തിന്റെ പേരാണ് അക്കാമ ചെറിയാൻ എന്നത്. ആഗമാനന്ദ സ്വാമി അന്തരിച്ചതെന്നാണ്? 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി രണ്ടാം ബർദോളി എന്നൊക്കെ അറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കുളച്ചൽ യുദ്ധം എന്ന് നടന്നു? 1741 കുളച്ചൽ യുദ്ധം നടന്നു. AD 1741 മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ഏത് വിദേശികളെയാണ്? ഡച്ചുകാരെയാണ് അവര് തോൽപ്പിച്ചത്. കേരള സിംഹം എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന തുടങ്ങിയത് ഏത് ദിവാനാണ്? CP രാമസ്വാമി അയ്യരാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന അല്ലെ. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷത്തിൽ? 1946. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1809 ജാനുവരി മാസം 11. പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് ശബ്ദമിശ്രണം നടത്തിയത് ആരാണ്? അത് റസൂൽ പൂക്കുട്ടിയാണ്. പഴശ്ശിരാജ എന്ന മലയാള ചിത്രത്തിലെ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ നടൻ ആരാണ്? എടച്ചേന കുങ്കൻ ആരായിരുന്നു? ശരത് കുമാർ ആണ്. പഴശ്ശി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. ഇനി അടുത്തത് കേരളത്തിലെ ഡച്ചു മേധാവിത്വം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധത്തിന്റെ പേര് എന്താണ്? കുളച്ചൽ യുദ്ധം എന്നാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം എവിടെയാണ്? മണ്ണടിയാണ്. ഏതാണ്? മണ്ണാടി അല്ല, മണ്ണടി ട്ടോ. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരെയാണ്? അലി മുസലിയാരെയാണ്. വാഗൺ ട്രാജഡി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിട്ടുള്ളത്? വാഗൺ ട്രാജഡി. മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ദുരന്തപൂർണമായ സംഭവം ഏതാണത്? വാഗൺ ട്രാജഡിയാണ്. ഏതാണ്? വാഗൺ ട്രാജഡിയാണ്. കേരളത്തില്
കുറിച്യർ ലഹള നടന്നത് എന്നാണ്? 1812 പഴശ്ശി രാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ അതുപോലെ തന്നെ കൊച്ചി എന്നിവ ലയിച്ച തിരുക്കൊച്ചി സംയോജനം രൂപം കൊണ്ട വർഷം 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷ പദവിയിലിരുന്ന വ്യക്തി ആരാണ്? പട്ടം താണുപിള്ള. ആരാണ്? പട്ടം താണുപിള്ളയാണ്. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ് ആരാണ്? അദ്ദേഹം പഴശ്ശി രാജയാണ്. ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം നടന്ന വർഷം 1941. തിരുവിതാംകൂർ അതുപോലെ തന്നെ തിരുക്കൊച്ചി, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്ന പദവി വഹിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? അദ്ദേഹം ആരാണ്? പട്ടം താണുപിള്ളയാണ്. അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? 1938. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? KP കേശവമേനോന്റെ നേതൃത്വത്തിലാണ്. ഇനി അടുത്തത്, കേരളത്തില് ആദ്യമായിട്ട് ഗാന്ധിജി സന്ദർശനം നടത്തിയത് എന്തിന്റെ ഭാഗമായിട്ട്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി. കേരളത്തിൽ ഗാന്ധിജി ആദ്യമായി സന്ദർശനം നടത്തിയത് എന്നാണ്? 1920. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? 5 തവണ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി ആരാണ്? C ശങ്കരൻ നായരാണ്. വയനാട്ടിലെ കുറിച്യർ കലാപത്തിന് നേതൃത്വം നയിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് രാമനമ്പി എന്നാണ്. ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിനായി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആരാണ്? അവരുടെ പേര് കൗമുദി ടീച്ചർ എന്നാണ്. മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? വില്യം ലോഗനാണ്. ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് എന്ന്? 1805 നവംബർ മാസം 30-ാം തീയതി. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന സ്ഥലത്ത്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ രചിച്ചത് ആരാണ്? ഈ വരികൾ ആരുടെയാണ്? അംഷി നാരായണ പിള്ളയുടെയാണ്. 1928 പയ്യന്നൂരിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ ആണ്. അടുത്തത്, തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് പനമ്പിള്ളി ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. മലബാറിലെ മാപ്പിള കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേര് എന്താണ്? വില്യം ലോഗൻ കമ്മീഷൻ എന്നാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കലാപം ഏതാണ്? അതിന്റെ പേര് കീഴരിയൂർ ബോംബ് കേസ് എന്നാണ്. കീഴരിയൂർ ബോംബ് ആക്രമണമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആറ്റിങ്ങൽ കലാപം ഏത് വർഷത്തിലാണ് നടന്നത്? ആറ്റിങ്ങൽ കലാപം 1721 നടന്നു. 1721. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപത്തിന് വിളിക്കുന്ന പേര് എന്താണ്?
ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപത്തെ ആറ്റിങ്ങൽ കലാപം എന്ന് വിളിക്കുന്നു. മലബാറിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവാൻ കാരണമായിട്ടുള്ള സന്ധി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷന്റെ പേര് പട്ടം താണുപിള്ള എന്നാണ്. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവനാണ്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനി ആരാണ്? പാലിയത്തച്ഛനാണ്. മലബാർ കുടിയാന്മ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 1929 കേരളത്തിൽ വാഗൺ ട്രാജഡി നടന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം എന്നാണ്? 1865. മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1936 നവംബർ 12 സമൂഹത്തിൽ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാൻ അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ്? സാധു ജന പരിപാലന സംഘം എന്നാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1907 ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഏതാണ്? ചെമ്പഴന്തിയാണ്. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന കേരളത്തെ ഉപദേശിച്ച സാമൂഹിക ആചാര്യൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതും ആരെന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന വരികൾ ആരുടേതാണ്? അതും ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആരാണ്? കല്യാണദായിനി സഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? എ കെ ഗോപാലനാണ്. പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെയാണ്. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? യുഗപുരുഷൻ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കൃഷ്ണനെഴുത്തച്ഛനായിരുന്നു. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ്? പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ്. പഴശ്ശിയുടെ സഹപോരാളിക്ക് വയനാട്ടിലെ പനമരത്ത് സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. പ്രസ്തുത പോരാളിയുടെ പേര് എന്താണ്? ഇപ്പൊ തലയ്ക്കൽ ചന്തുവിന്റെ പേരിലാണ് പനമരത്ത് സ്മാരകം ഉള്ളത്. കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നാണ്? PSC 1888 എന്നാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അടുത്തത് KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ സംഭവം എന്താണ്? മൊറാഴ സംഭവമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യർ നേതാവ് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് തലയ്ക്കൽ ചന്തു എന്നാണ്. നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂരാണ്. അടുത്തത് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. കുമാരഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം ഇരവിപേരൂരാണ്.
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. കേരളത്തിൽ പുലയർക്ക് വഴി നടക്കുന്നതിനും സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക പണിമുടക്ക് സംഘടിപ്പിച്ച വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേണ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേരെന്നെയാ നമ്മൾ പറയാ? മൗലവി. ഒരു 120 ചോദ്യങ്ങളോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഷ്ടി. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇപ്പൊ ഒക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. ഇനി അധികം ദിവസം നമ്മുടെ മുന്നിൽ ഇല്ല അല്ലെ. അതായത് 10 ദിവസമായി കഷ്ടി നമ്മുടെ എന്താ പറയാ ആദ്യത്തെ എക്സാം എഴുതാൻ പോണവർക്കുള്ളൂ എന്നറിയാലോ. ഗൗരവമായിട്ട് പഠിക്കുക കേട്ടോ.